നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ ഇപ്പോൾ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ അമേരിക്കൻ ക്ലബ്ബായ നാഷ്വില്ലെ എസ്സിയെ തന്നെയാണ് ഇന്റർ മയാമി പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇരു പാദങ്ങളിലുമായി 3-5 ഗോളുകളുടെ വിജയമാണ് ഇന്റർ മയാമി നേടിയത്. നമുക്കറിയാം, ആദ്യപാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനില വഴങ്ങുകയായിരുന്നു. പക്ഷെ രണ്ടാം പാദത്തിൽ ഇന്റർ മയാമി വിജയം നേടി 1-3 ഗോളുകളുടെ വിജയമാണ് ഇന്റർ മയാമി നേടിയത്. മത്സരത്തിൽ മെസ്സി 1 ഗോളും 1 അസിസ്റ്റും സ്വന്തമാക്കിയിരുന്നു. ആദ്യപാദ മത്സരത്തിലും മെസ്സി തിളങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഇന്റർ മയാമിയുടെ ചാമ്പ്യൻസ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ എതിരാളികൾ ആരാണ് എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട്. അവസാന 8-ൽ മെക്സിക്കൻ ക്ലബ്ബായ മോണ്ടെറിയെയാണ് ഇപ്പോൾ ഇന്റർ മയാമി നേരിടുക. മെക്സിക്കയിൽ അഥവാ ലിഗ MXൽ മികച്ച പ്രകടനം നടത്തുന്ന ക്ലബ്ബാണ് മോണ്ടെറി. നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ് മോണ്ടെറി ഉള്ളത്. അവർ കഴിഞ്ഞ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ മറ്റൊരു അമേരിക്കൻ ക്ലബ്ബായ സിൻസിനാറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. കടുത്ത വെല്ലുവിളി ഈ ക്ലബ്ബ് ഇന്റർ മയാമിക്ക് ഉയർത്താൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 4-ാം തീയതി ചേസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ്, അഥവാ ഇന്റർ മയാമിയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നടക്കുക. പിന്നീട് ഏപ്രിൽ 11-ാം തീയതി 2ാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നടക്കും. എസ്റ്റാഡിയോ BBVA അഥവാ മോണ്ടെറിയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ഏതായാലും ഇന്റർ മയാമി വിജയം കരസ്ഥമാക്കും, അല്ലെങ്കിൽ സെമിയിലേക്ക് മുന്നേറും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലയണൽ മെസ്സിയിൽ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.